ശ്രീ ജിൻഡോ ജോൺ ആദ്യം ശരി ജിൻഡോ ജോൺ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളീധരനാണ്. അത് പറഞ്ഞു വെക്കുന്നത് ഒരു പൂരം മുടക്കിയതിന് പിറകിൽ ഒരു ഡീലുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരം ഒരു ഡീൽ കോൺഗ്രസ് സംശയിക്കുന്നത്? രഞ്ജിത്ത്, ഇതില് ഈ LDF സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കൂ. വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ നയപരിപാടികൾ നമ്മൾ കൃത്യമായിട്ട് മുൻകാലങ്ങളിലും കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പൊ ശബരിമലയിൽ ബിന്ദു അമ്മിണിയെ പോലെ, രഹ്ന ഫാത്തിമയെ പോലുള്ള ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് 10,900 പോലീസുകാരെ അകമ്പടി നിർത്തി പോലീസിന്റെ യൂണിഫോം വരെ ഇട്ട് ആൾമാറാട്ടം നടത്തുന്ന രീതിയിൽ ആ ശബരിമലയിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഈ സർക്കാർ എന്താണ് അന്ന് ലക്ഷ്യവെച്ചിരുന്നത്? അത് എത്രത്തോളം കലാപകലുഷിതമായ സാഹചര്യമാണ് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുണ്ടാകുന്നത്? വിശ്വാസികളുമായിട്ട് സർക്കാർ നിരന്തരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എത്ര ആയിരക്കണക്കിന് വിശ്വാസികൾ പോലീസ് കേസിൽ പ്രതിയാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? സർക്കാർ അതിനുശേഷം അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം തന്നെ ഉണ്ടായി. വിശ്വാസികളുടെ ഭാഗത്തുള്ള അതിരൂക്ഷമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടായി. അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ പിന്നോട്ട് പോകുന്ന കാര്യം നമ്മൾ കണ്ടു. അന്ന് ബിന്ദു അമ്മിനെയും രഹ്ന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ 10,000 പോലീസുകാരുടെ അകമ്പടി കൊടുത്ത പിണറായി വിജയൻ അത്തരം സന്നാഹങ്ങളും സംവിധാനങ്ങളും ഇന്ന് ഒരുക്കിയിരുന്നെങ്കിൽ ഈ വർഷം ശബരിമലയിൽ വന്ന അയ്യപ്പ ഭക്തന്മാർ, പല സംസ്ഥാനങ്ങളിൽ വന്ന അയ്യപ്പ ഭക്തന്മാർ, ആയിരക്കണക്കിന് ആളുകൾ അവരുടെ മാതൃഭാഷയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രാഗിക്കൊണ്ട് നിലയ്ക്കലും പമ്പയിലും വെച്ച് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒരു 12 വയസ്സുള്ള കുട്ടി ശബരിമലയിൽ കുഴഞ്ഞു വീണ് മരിക്കില്ലായിരുന്നു. അപ്പൊ കേരളത്തില് ശബരിമല എന്നുള്ള ഹൈന്ദവ വിശ്വാസം എന്ന് മാത്രമല്ല, ഇസ്ലാം മതവിശ്വാസികളോടും ക്രൈസ്തവ വിശ്വാസികളോടും ഒക്കെ വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ, സാംസ്കാരിക തനിമയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളിലൊക്കെ ഈ ഇടത് സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ നയപരിപാടിയിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അവരെല്ലാ കാലത്തും തുടരുന്ന പരിപാടി ഇപ്രാവശ്യവും ചെയ്തു എന്ന് മാത്രമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒരു മന്ത്രിക്ക് ചുമതല കൊടുക്കുന്നു കെ രാജൻ എന്ന് പറഞ്ഞ മന്ത്രി അതിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ അവലോകനം നടത്തുന്നു. സർക്കാർ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പൂരത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നതൊക്കെ മന്ത്രി നിരന്തരം പറയുകയും പത്രസമ്മേളനം വിളിക്കുകയും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള അതിക്രമപരമായിട്ടുള്ള ഇടപെടൽ മൂലം പൂരം അലങ്കോലമാക്കപ്പെടുന്നത്. അതിന്റെ സമയക്രമം തെറ്റുന്നു, അതിന്റെ ശോഭ കെടുത്തുന്നു. അതായത് അതിന് വരുന്നത് ഹിന്ദു മതവിശ്വാസികൾ മാത്രമല്ല, പൂരം 2 പാറമേക്കാവാലിന്റെയും അല്ലെങ്കിൽ മറ്റ് 2 ദേവസ്വങ്ങളുടെ ആളുകൾ മാത്രമല്ല, പൂരം കാണാൻ വരുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തനിമയുടെ ഒരു പ്രഘോഷണമാണ് തൃശൂർ പൂരം. കേരളത്തെ അടയാളപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. ലോകം മുഴുവൻ ഈ സംസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നതിൽ ഒന്നാണ്. അപ്പോൾ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ, ഇന്ത്യയുടെ പുറത്തും നിന്നുള്ള ആളുകൾ ഒക്കെ വന്നുകൂടുന്ന ഈ പൂരത്തിന്റെ ശോഭ കെടുത്തിയ ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറയാൻ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലമാണ്. അവിടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ത്രികോണ മത്സരം എന്ന അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പറയാവുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. അവിടെ BJPയെ സഹായിച്ചതുകൊണ്ട്, സുരേഷ് ഗോപിയെ സഹായിച്ചതുകൊണ്ട്, CPMന് ഇങ്ങനെ ഒരു നാടകം സൃഷ്ടിച്ചുകൊണ്ട് അവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാനുള്ളൊരു പാടുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ എന്ത് തരത്തിലുള്ള ഡീലാണ്? അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഒരു ആക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോലീസാണ് അവിടെ ഇടപെടുകയും ഇത്തരം ഒരു കമ്മീഷൻ നേതൃത്വത്തിൽ അവിടെ ഇത്തരം സംഭവവികാസങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ മന്ത്രിമാരെത്താൻ വൈകി എന്നത് ശരിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാർ എത്താൻ വൈകിയത് ശരിയാണ്. അതിനപ്പുറത്ത് മറ്റെന്തു ഡീൽ? അതിപ്പോൾ ഡീലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ CPM തീരുമാനിക്കണം, അവരുടെ ഉന്നത പാർട്ടി തീരുമാനിക്കണം, ഇങ്ങനൊരു സംഭവത്തിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത്. അല്ല രഞ്ജിത്ത്, അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇത് പക്ക സിനിമാറ്റിക് ആയിട്ട് നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. അതിന്റെ ആവിഷ്കരണമാണ് നടന്നത്. ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപ്പം നീ പെട്ടെന്ന് സംഘടിച്ച് അവിടെ എത്തണം, അപ്പൊ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. നായകനായിട്ട് അവതരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുകയും ഈ നായകൻ തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള സിനിമാ തിരക്കഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന് സമാനമാണ് തൃശൂർ പൂരത്തിന്റെ കാര്യങ്ങൾ. പോലീസ് ഇടപെട്ട് അലങ്കോലപ്പെടുത്തുന്നു, നാട്ടുകാരും പൂരപ്രേമികളും അതിൽ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക
പ്രത്യേക താല്പര്യത്തോടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ പാഞ്ഞെത്തുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ മൂലം പൂരം വീണ്ടും നടക്കുന്നു, അതിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നു എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കുന്നതിലൂടെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പൂരപ്രേമികളുടെ മനസ്സിൽ ഒരു ഇടം നൽകാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു റിസർച്ചാണ് അവിടെ നടന്നത്. അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സുനിൽകുമാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്, കേരളത്തിന്റെ മന്ത്രി ഈ സർക്കാരിന്റെ വീഴ്ചയാണ്. സർക്കാർ ഒരു പ്രത്യേക മന്ത്രിയെ ചുമതലപ്പെടുത്തി ആ മന്ത്രി പറയുന്നു പൂരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ വീഴ്ച അവരുടെയാണ്. അപ്പൊ അവരുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൗനാനുവാദത്തോടെ അത് നടക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ അറിവില്ലാതെ നടക്കില്ല. അങ്ങനെ അറിവില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാർക്ക? അത് സർക്കാരിനാണ്. അതിന്റെ ഗുണമാർക്ക കിട്ടുന്നത്? ബി.ജെ.പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി അറിയുന്നു, എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി പോലും അറിയുന്നില്ല. എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കൂടി മനസ്സിലാക്കണം. CPI-യുടെയാണ്. LDF-ലെ CPI എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാർട്ടിയുടെ നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. CPM-ന് അവിടെ പ്രത്യേകിച്ച് ഒരു നഷ്ടവുമില്ല. LDF കാൻഡിഡേറ്റ് തൃശൂർ തോറ്റാൽ ഒരു നഷ്ടവുമില്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും അവിടെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്താലും CPM-ന് ഒരു നഷ്ടമില്ല. പന്ന്യൻ രവീന്ദ്രന്റെ പരാജയം ഉറപ്പാക്കുന്നതിൽ അവർക്ക് എന്താ നഷ്ടമുള്ളത്? അപ്പോ അവിടെ ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രനെ ബലി കൊടുത്തുകൊണ്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പറ്റിയാൽ CPM-ന് നഷ്ടമില്ല. തൃശൂരും അത് തന്നെ പറ്റുമോ എന്നുള്ള റിസർച്ച് നടത്തുന്നു. അവിടെയും CPM-ന് നഷ്ടമൊന്നുമില്ല. CPM-ന് ലാഭമാണ്. കരുവന്നൂർ ഉൾപ്പെടെ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ, ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ, എക്സാലോജിക്കിന്റെയും കരിമണൽ കർത്തയുടെയും ഒക്കെ കേസുമായി ബന്ധപ്പെട്ട SFI അന്വേഷണം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ തടസ്സപ്പെടുത്താൻ ഒരു പൂരം അലമ്പാക്കിയാൽ എന്താ, ഒരു കുടമാറ്റം കുളമാക്കിയാൽ എന്താ, ഒരു കുഴപ്പമില്ലെന്നാണ് CPM നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാർ വിചാരിക്കുന്നത്.